നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറെ കുറിച്ചും അല്ലെങ്കിൽ വൻകുടലിലെ ക്യാൻസറിനെ കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ചുരുക്കം ചില ആൾക്കാർ മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു ക്യാൻസറാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ. പാൻക്രിയാറ്റിക് ഗ്രന്ഥികൾ ഉണ്ടാകുന്ന അവരെ ബാധിക്കുന്ന ക്യാൻസറിനെ വിളിക്കുന്ന പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴായി ആൾക്കാർക്ക് അതിൻ്റെ സിംറ്റംസ് വരുമ്പോഴേക്കും അത് യൂഷ്വലി ഒരു കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിരിക്കും. സാധാരണ കാണുന്ന ഒരു സിംറ്റംസ് എന്തെന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചൊറിച്ചിൽ, വെയിറ്റ് ലോസ്, ബാക്ക് പെയിൻ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അപ്പർ അബ്ഡോമിനൽ പെയിൻ, ഇത്രയും ഒരാളിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉടനടി ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. ആ സ്കാനിനകത്ത് പാൻക്രിയാസിൽ മുഴ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ബയോപ്സി എന്ന പ്രൊസീജിയർ നമുക്ക് ചെയ്യണം. എന്നിട്ട് അത് സർജറിയോ അല്ലെങ്കിൽ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്കത് 100% കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഗുണപ്പെടുത്താൻ പറ്റും. അത് ലേറ്റ് സ്റ്റേജിലായി കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ക്യൂർ പോസിബിൾ അല്ല. സാധാരണ ഇതുണ്ടാവുന്ന കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ നന്നായി സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മദ്യപാനമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചുരുക്കം ചില ആൾക്കാരിൽ ഇത് ഫാമിലി ഹെറിഡിറ്ററി ആയിട്ടും കാണപ്പെടുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മറ്റ് ക്യാൻസറിനെക്കാട്ടിലും കുറച്ചുകൂടി വ്യാപനശേഷി ഭയങ്കര കൂടുതലായിട്ടുള്ളൊരു ക്യാൻസറാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്നും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കണം. ഈ മേൽപ്പറഞ്ഞ എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനടി ഒരു അടുത്തുള്ള ഡോക്ടറെ കാണുക, സ്കാനിങ് എടുക്കുക, അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്.